നമസ്കാരം. പ്രവാസ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടിയന്തര സാഹചര്യം നേരിടുന്നതിന്റെ മുൻകരുതൽ നടപടിയായിട്ടാണിത്. ഇസ്രയേലിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സർവീസ് റദ്ദാക്കി. യാത്രക്കാർ ടെൽ-അവീവ് വിമാനത്താവളത്തിലെത്തിയ ശേഷമാണ് വിമാനം റദ്ദാക്കിയത്. ഒരാഴ്ചത്തേക്ക് സർവീസ് നടത്തേണ്ട എന്നാണ് എയർ ഇന്ത്യയുടെ തീരുമാനം. ഇസ്രയേൽ വ്യോമപാത അടച്ചു. ഇതിനോടകം തന്നെ ഇറാന്റെ തിരിച്ചടികളും തുടങ്ങിയിട്ടുണ്ട്. ഇറാന്റെ തിരിച്ചടികൾ നേരിടുവാൻ ഇസ്രയേൽ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ശക്തമാക്കി. ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വസതിയും ഓഫീസും ആക്രമിക്കപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തുവന്നത്. ഇറാനിലെ 30 കേന്ദ്രങ്ങളിലാണ് മിസൈലുകൾ പതിച്ചത്. ഇസ്രയേൽ സൈന്യത്തിനൊപ്പം അമേരിക്കൻ സൈന്യവും ആക്രമണത്തിൽ പങ്കാളിയായി. എയർ ഇന്ത്യയുടെ AI-140 വിമാനമാണ് ടെൽ-അവീവിൽ നിന്ന് പുറപ്പെടുവാൻ തയ്യാറായിരുന്നത്. ന്യൂഡൽഹിയിലേക്കായിരുന്നു വിമാനം. എല്ലാ യാത്രക്കാരും ബാഗുകളും മറ്റും ഒഴിവാക്കി ബോംബ് ഷെൽട്ടറുകളിൽ ഒളിക്കുകയായിരുന്നു. എല്ലാം മറന്നേക്കൂ, വേഗം ഷെൽട്ടറിൽ അഭയം തേടുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചതെന്ന് ഒരു യാത്രക്കാരൻ PTIയോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇസ്രയേലിലെ ഇന്ത്യക്കാർക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്നും എല്ലാവരും ഷെൽട്ടറിനടുത്ത് കഴിയണമെന്നുമാണ് എംബസി നൽകിയിരിക്കുന്ന നിർദ്ദേശം. എല്ലാ പൗരന്മാരും എത്രയും വേഗം ഇറാൻ വിട്ടുപോരണമെന്ന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യ ആവശ്യപ്പെട്ടതാണ്. ഷീൽഡ് ഓഫ് ജൂഡ എന്ന പേരിലാണ് ഇറാനെതിരെ ഇസ്രയേലും അമേരിക്കയും ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. ഇറാൻ ആത്മീയ നേതാവ് അലി ഖമേനിയുടെ ഓഫീസ്, പ്രസിഡന്റിന്റെ വസതി, ഓഫീസ്, ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഓഫീസ് തുടങ്ങി തന്ത്രപ്രധാന സ്ഥലങ്ങൾ ഉൾപ്പെടെയാണ് ഇസ്രയേലും അമേരിക്കയും ആക്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്. ടെഹ്റാനു പുറമെ ഇസ്ഫഹാനും കറജ്, കിർമാൻഷാ എന്നിവിടങ്ങളിലും ഇസ്രയേലിലെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. 30 ഇടങ്ങളിൽ ഒരേ സമയമായിരുന്നു ആക്രമണങ്ങൾ. ആത്മീയ നേതാവിന്റെ വസതി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തും മിസൈൽ പതിച്ചു. എന്നാൽ ആത്മീയ നേതാവിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇറാനെ ആക്രമിക്കുവാൻ ഇസ്രയേൽ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. നിശ്ചയിച്ച തീയതിക്ക് ആഴ്ചകൾക്ക് മുൻപാണ് ഇപ്പോൾ ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ അറിയിച്ചു. ഇറാൻ ആണവായുധമുണ്ടാക്കാൻ ശ്രമിക്കുകയും മിസൈൽ പദ്ധതി ആരംഭിക്കുകയും ചെയ്തുവെന്ന് ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ആകാശമാർഗവും കടലിൽ നിന്നും അമേരിക്കൻ സൈന്യവും ആക്രമണം നടത്തി. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണം, അമേരിക്ക അവകാശപ്പെട്ടു. ഇറാൻ ഭരണകൂടത്തിൽ നിന്നുള്ള ഭീഷണിയിൽ നിന്ന് അമേരിക്കൻ പൗരന്മാരെ രക്ഷിക്കുവാനാണ് ആക്രമണമെന്നാണ് ട്രംപ് പറയുന്നത്. ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാൻ തൊട്ടു പിന്നാലെ പ്രതികരിക്കുകയും ചെയ്തു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടിയും തുടങ്ങി. ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുകൊണ്ടാണ് ഇറാൻ തിരിച്ചടി തുടങ്ങിയത്. ഇസ്രയേലിലെ വിവിധ നഗരങ്ങളിൽ മിസൈലുകൾ പതിച്ചതായും അപായ സൈറണുകൾ മുഴങ്ങുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചുവെന്ന് ഇസ്രയേൽ സേനയും വ്യക്തമാക്കി. ആക്രമണ ശ്രമം ഉണ്ടായി എന്നാണ് ഇസ്രയേൽ പറയുന്നത്. എന്നാൽ ആക്രമണത്തിന്റെ തോതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. മുൻകാലങ്ങളിലെ പോലെ കൂട്ടത്തോടെയുള്ള മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ തിരിച്ചടി ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ട് ഇസ്രയേൽ രാജ്യത്തുടനീളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ജനങ്ങളോട് ബങ്കറുകളിലേക്ക് മാറുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ പ്രത്യാക്രമണം അതിശക്തമായിരിക്കുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ വൻ യുദ്ധത്തിനുള്ള സാധ്യതയാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഇറാനെതിരായ ആക്രമണത്തിന് പിന്നാലെ സൈനിക നടപടിയുടെ ലക്ഷ്യമടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. ഇറാനിലെ ഭരണമാറ്റം തന്നെയാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇറാൻ സൈന്യം ആയുധം താഴെ വയ്ക്കണമെന്നും ഇറാൻ ഭരണകൂടത്തെ വീഴ്ത്തുമെന്ന് ട്രംപും വ്യക്തമാക്കി. ആയുധം വെച്ച് കീഴടങ്ങണമെന്ന് ഇറാനി സേനയോട് ട്രംപ് ആവശ്യപ്പെട്ടു. ഇറാനിൽ ഭരണമാറ്റത്തിനും ആഹ്വാനം ചെയ്തു. കീഴടങ്ങുക അല്ലെങ്കിൽ മരണമെന്ന അന്ത്യശാസനം ഇറാൻ റവല്യൂഷണറി ഗാർഡിനും US പ്രസിഡന്റ് നൽകി. ഇറാൻ നാവികസേനയെ ഇല്ലാതാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി പുനർനിർമ്മിക്കുവാൻ ശ്രമിക്കുകയാണെന്നും ഇതാണ് ആക്രമണത്തിലേക്ക് പെടുന്നതിനെ കടക്കുവാൻ USനെ പ്രേരിപ്പിച്ചതെന്നും പ്രസിഡന്റ് വിവരിച്ചു. അമേരിക്കയിൽ എത്തുവാൻ കഴിയുന്ന മിസൈലുകൾ ഇറാൻ വികസിപ്പിക്കുകയാണെന്നും ആരോപിച്ചു. USലെത്തുന്ന മിസൈലുകൾ ഇറാൻ നിർമ്മിക്കുന്നതുവരെ കാത്തിരിക്കുവാനാകില്ല എന്നും അതുകൊണ്ടാണ് ഇപ്പോൾ ആക്രമണം തുടങ്ങിയതെന്നുമാണ് ട്രംപ് കൂട്ടിച്ചേർത്തത്. വ്യോമപാതകൾ അടച്ചതോടെ ഈ മേഖലയിലൂടെ പറക്കുകയായിരുന്ന നിരവധി സിവിലിയൻ വിമാനങ്ങൾ അടിയന്തരമായി വഴിതിരിച്ചു വിടേണ്ടി വന്നു. ഫ്ലൈറ്റ് റഡാറിൽ ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന വിമാനങ്ങൾ ഇവയാണ്. UAE Flight 9 എമിറേറ്റ്സ് ദുബായിൽ നിന്ന് ഹാംബർഗിലേക്ക് പറക്കുകയായിരുന്ന ഈ വിമാനം ഇറാൻ വ്യോമപാത അടച്ചതോടെ റൂട്ട് മാറ്റാൻ നിർബന്ധിതമായി. 49,000-ലധികം പേരാണ് ഈ വിമാനത്തിന്റെ സഞ്ചാരം തത്സമയം നിരീക്ഷിക്കുന്നത്. AXABF ടെൽ-അവീവിൽ നിന്ന് പുറപ്പെട്ട ഈ വിമാനം നിലവിലെ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ലക്ഷ്യസ്ഥാനം വ്യക്തമാക്കാതെയാണ് സഞ്ചരിക്കുന്നത്. 20,000-ഓളം പേർ ഈ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യുന്നു. BBPE
661 അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട ഈ വിമാനവും സുരക്ഷാ കാരണങ്ങളാൽ ലക്ഷ്യസ്ഥാനം വെളിപ്പെടുത്തിയിട്ടില്ല. QTR 8257 ഖത്തർ എയർവേസ് ദോഹയിൽ നിന്നുള്ള ഈ കാർഗോ വിമാനവും നിലവിൽ ആഗോളതലത്തിൽ കൂടുതൽ ആളുകൾ ട്രാക്ക് ചെയ്യുന്ന വിമാനങ്ങളിൽ ഒന്നാണ്. ബഹ്റൈനിൽ ഇന്ന് സ്ഫോടക ശബ്ദങ്ങൾ കേട്ടതായും അപകട സൈറണുകൾ മുഴങ്ങിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടിയന്തര ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. സ്ഫോടന ശബ്ദങ്ങളെ തുടർന്ന് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം പൗരന്മാർക്ക് അടിയന്തര സന്ദേശം അയച്ചു. എല്ലാവരും ശാന്തരായിരിക്കണമെന്നും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. തലസ്ഥാനമായ മനാമയിൽ ഉൾപ്പെടെ സ്ഫോടക ശബ്ദങ്ങൾ കേട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിന്റെ കൃത്യമായ കാരണങ്ങളോ നാശനഷ്ടങ്ങളോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മേഖലയിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാന് നേരെ US-ഇസ്രയേൽ സംയുക്ത ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ബഹ്റൈനിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും സുരക്ഷാ ജാഗ്രത കർശനമാക്കിയത്. ബഹ്റൈനിലെ US എംബസി തങ്ങളുടെ ഉദ്യോഗസ്ഥരോടും പൗരന്മാരോടും വീടുകൾക്കുള്ളിലോ സുരക്ഷിത കെട്ടിടങ്ങൾക്കുള്ളിലോ തന്നെ തുടരുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാദേശികമായ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമപാതകൾ അടച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ US സഖ്യവും ഇറാനും തമ്മിലുള്ള പോരാട്ടം മുറുകുമ്പോൾ അമേരിക്കൻ സൈനിക താവളങ്ങളിലുള്ള ബഹ്റൈൻ, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ഇറാന്റെ ലക്ഷ്യമായേക്കും. ഇതിനകം തന്നെ ബഹ്റൈനിൽ സൈറണുകൾ മുഴങ്ങിയതും US എംബസി സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയതും ഇതിന്റെ സൂചനയാണ്. ലോകത്തെ എണ്ണ നീക്കത്തിന്റെ ജീവൻ നാഡിയായ ഈ പാത ഇറാൻ തടസ്സപ്പെടുത്തിയാൽ ഗൾഫ് രാജ്യങ്ങളിലെ സാമ്പത്തിക അടിത്തറ തകരും. ഇത് ആഗോളതലത്തിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതോടെ വിമാനങ്ങൾ പറക്കുന്നത് അപകടകരമാകും. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനോടകം തന്നെ വ്യോമപാതകൾ നിയന്ത്രിക്കുകയോ അടയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇത് ഗൾഫിനെ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയേക്കാം. സൈനിക നീക്കങ്ങൾക്കൊപ്പം തന്നെ ബാങ്കുകൾ, വൈദ്യുതി നിലയങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളും മേഖലയെ തളർത്തുവാൻ സാധ്യതയുണ്ട്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന മേഖലയാണിത്. സ്ഫോടനങ്ങളും സംഘർഷങ്ങളും തുടർന്നാൽ പ്രവാസികളുടെ ജീവനും ജോലിയും ഒരുപോലെ തന്നെ ഭീഷണിയിലാകും. നിലവിൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം അതീവ ജാഗ്രതയിലാണ്. യുദ്ധം കടുക്കുകയാണെങ്കിൽ സംഘർഷ മേഖലകളിൽ നിന്ന് ആളുകൾ സുരക്ഷിത രാജ്യങ്ങളിലേക്ക് മാറുവാൻ ശ്രമിക്കും. ഇത് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ജനസംഖ്യാ സമ്മർദ്ദമുണ്ടാക്കുകയും വിഭവങ്ങളുടെ വിതരണത്തെ ബാധിക്കുകയും ചെയ്യും. ഗൾഫ് രാജ്യങ്ങൾ ഭൂരിപക്ഷം ഭക്ഷ്യവസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്നവയാണ്. യുദ്ധം കാരണം ചരക്ക് കപ്പലുകൾ വരുന്നത് തടസ്സപ്പെട്ടാൽ അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുവാനും ക്ഷാമം നേരിടുവാനും സാധ്യതയുണ്ട്. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും സൈനിക താവളങ്ങൾ പല ഗൾഫ് രാജ്യങ്ങളിലുമുണ്ട്. യുദ്ധത്തിൽ ഏതെങ്കിലും പക്ഷം പിടിക്കേണ്ടി വരുന്നത് ഈ രാജ്യങ്ങളിലെ നയതന്ത്ര ബന്ധങ്ങളെയും സംവിധാനത്തെയും ദോഷകരമായി ബാധിക്കും. ദുബായ്, ഖത്തർ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് നിലയ്ക്കും. ഇത് ആ രാജ്യങ്ങളുടെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാക്കും. പ്രവാസികൾക്കിടയിൽ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദവും ആശങ്കയും നിലനിൽക്കുന്നത് ഉൽപാദനക്ഷമതയെയും ബാധിക്കും. നാട്ടിലുള്ള കുടുംബങ്ങളുടെ ആശങ്കയും ഇതിനോടൊപ്പം വർദ്ധിക്കുകയാണ്. യുദ്ധ സാഹചര്യത്തിൽ രാജ്യത്തിനകത്ത് അട്ടിമറികൾ ഒഴിവാക്കുവാൻ ഗൾഫ് രാജ്യങ്ങൾ കടുത്ത സുരക്ഷാ പരിശോധനകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും. ഇത് സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കാം. അടിയന്തര സാഹചര്യം നേരിടുവാൻ ആശുപത്രികൾ സജ്ജമാകുന്നതോടെ സാധാരണ രോഗികൾക്കുള്ള ചികിത്സാ സൗകര്യങ്ങളിൽ കുറവുണ്ടായേക്കും. മരുന്നുകളുടെ ഇറക്കുമതി തടസ്സപ്പെടുത്തുന്നത് വലിയ വെല്ലുവിളിയാകും. യുദ്ധം നീണ്ടുപോയാൽ പ്രാദേശിക കറൻസികളുടെ മൂല്യത്തിൽ ഇടിവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത് പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ മൂല്യത്തെയും ബാധിച്ചേക്കും. രൂക്ഷമായാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ തിരിച്ചെത്തിക്കുവാൻ വലിയ രീതിയിലുള്ള ഇവാക്യുവേഷൻ ദൗത്യങ്ങളും നടത്തേണ്ടി വരും. കോടിക്കണക്കിന് ആളുകളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുക എന്നത് വലിയൊരു ദൗത്യം തന്നെയായിരിക്കും.